രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, ഓടി വന്നേ, ഓടി വന്നേ, ഓടി വന്നേ. ഇത് എവിടെ പോയിരിക്കുവോ? സമയം അറിയത്തില്ലേ? എത്ര നാളായി പഠിക്കും? 1 വർഷമായിട്ട് പഠിക്കുന്നതാ. അയ്യോ, എത്തി എത്തി, എല്ലാരും എത്തി. പതുക്കെ പതുക്കെ പതുക്കെ. ഓക്കേ, എല്ലാരും എത്തിയോ? ഓ, ഇന്ന് ആരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ല. കാരണം എന്നാന്നറിയോ? ടീച്ചർ ഒന്നും ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പറയും, എന്നിട്ട് എന്നെ കൊണ്ടൊന്നും വായിപ്പിക്കത്തില്ല. ഇന്നാരും എടുത്തില്ലേ? പിന്നെ എന്നതിനൊന്നാ? കഥ കേൾക്കാനോ? ആരുടെ? വിശുദ്ധരുടെ അല്ലേ? ഓക്കെ, ടീച്ചർ പറയാട്ടോ. ഇഷ്ടമായോ നിങ്ങൾക്ക് വിശുദ്ധരെയൊക്കെ? ഇഷ്ടമായല്ലേ? എന്നിട്ട് എത്ര പേർക്ക് തോന്നി രക്തസാക്ഷിയാകണം, വിശുദ്ധനാകണം എന്നൊക്കെ? ഈ രക്തസാക്ഷി എന്ന് കേൾക്കുമ്പോൾ പുറകോട്ടൊരു വരിയുണ്ട്, വിശുദ്ധൻ വേണമെങ്കിൽ ആയേക്കാം, അത് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല ടീച്ചറെ, ഞങ്ങളെല്ലാവരും ഈശോയുടെ കുഞ്ഞുമക്കളാ. ഞങ്ങൾക്ക് കഴിഞ്ഞ പാഠങ്ങളിലൂടെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും ഒക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈശോയോട് ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? ഈശോയോട് പറഞ്ഞായിരുന്നോ ഐ ലവ് യു ജീസസ് എന്ന്? പറഞ്ഞായിരുന്നു. അത് പറഞ്ഞാൽ പിന്നെ മതി, അത്രയും മതി. അപ്പൊ പിന്നെ ഈശോയ്ക്ക് സന്തോഷമാകും. ഈശോ സന്തോഷിച്ച സ്വർഗം മുഴുവൻ സന്തോഷിക്കും. സ്വർഗത്തിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും എല്ലാം ഇങ്ങനെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഒരിക്കലും ഒന്നിനും ഒരു നിബന്ധനയും വെക്കുന്നില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, നീ ഒന്ന് ചോദിച്ചോ എന്നോട്, നിന്റെ ആവശ്യങ്ങൾ എന്നാന്ന് ചോദിച്ചോ. അപ്പൊ നമുക്ക് തുടങ്ങുമ്പോ ഏത് പ്രാർത്ഥന നമ്മൾ പഠിച്ചോണ്ടിരുന്നേ? അന്നമ്മ, ഏത് പ്രാർത്ഥന ആയിരുന്നടാ? ഓ, ചെറുക്കുച്ചനായി ഞങ്ങളുടെ പിതാവേ എന്നാ ചൊല്ലിയാലോ? ഓക്കെ, എന്നാ കൈകൂപ്പിക്കോ, കണ്ണടച്ച് പിടിച്ച ഒത്തിരി 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 സ്നേഹത്തോടെ വിളിച്ചേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക്. കുഞ്ഞുമക്കളെ ഉണ്ടോ അവിടെ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കോ പ്രാർത്ഥിച്ചപ്പോ? ഇല്ല ടീച്ചറെ, ഞാൻ ഇപ്പോഴാ നോക്കിയത്. ഒന്ന് ഉറക്കെ പറഞ്ഞ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കേ, നല്ല കുട്ടികളാട്ടോ. ദൈവമേ, നമ്മുടെ 1 വർഷം തീർന്നല്ലേ? എന്ത് പെട്ടെന്ന് എല്ലാം പഠിച്ച് തീർന്നേ. എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു ഈ 1 വർഷം കൊണ്ടല്ലേ? നല്ലതല്ലായിരുന്നോ? എന്തെല്ലാം കാര്യങ്ങളാ പഠിച്ചല്ലേ? കൂദാശകളെ കുറിച്ച് പഠിച്ചു, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് പഠിച്ചു, അങ്ങനെ ഈശോയുടെ ദൈവസ്നേഹത്തെ കുറിച്ച് പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഉൽപ്പത്തി തൊട്ട് പോന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ദൗത്യം ഒന്നും തീരുന്നില്ല അല്ലേ? ഇതിന് അടുത്ത വർഷം അടുത്ത ഇതിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ പാഠത്തിന്റെ പേരെന്തായിരുന്നു? ആത്മാവിന് സാക്ഷ്യം നൽകിയവര്. ആത്മാവിന് സാക്ഷ്യം കഴിഞ്ഞവർ ആരാ? നമ്മുടെ സ്ലീഹന്മാരും വിശുദ്ധരും ഒക്കെയാണ് ആത്മാവിന് സാക്ഷ്യം നൽകിയവര്. അതെന്നാന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ എന്നെ പറ്റിയെന്നറിയോ, കുരിശി തറച്ച്. ഇപ്പൊ ഇവരുടെയൊക്കെ വിചാരം എന്നാന്നറിയാവോ? ഈശോ വലിയ രാജാവാകും, അതിൻ്റെ അകത്ത് സൈന്യാധിപനും മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആയിട്ടൊന്നും വിലസാം എന്നോർത്താണ് ഇവരിരുന്നത്. അപ്പൊ എന്നെ ചെയ്തേ? ദൈവമേ, ഈശോ എന്നാ ചതിയായതേ? കുരിശി തൂങ്ങി മരിച്ചു, കൊണ്ട് അടക്കുകയും ചെയ്തു. ഇനിയിപ്പൊ എന്നാ? ഇനി ഒരു പ്രതീക്ഷയില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണവേ, എല്ലാം തിന്നണ്ടേ. എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു, ഇതിപ്പോ ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ നമുക്ക് നമ്മുടെ പഴയ പണിയിലേക്ക് തന്നെ പോയേക്കാം. അപ്പൊ അവരങ്ങനെയൊക്കെ തീരുമാനം എടുത്തു. ഒരു ദിവസം അവരിങ്ങനെ സെഹിയോൻ ഊട്ടിശാലയില് മാതാവ് ഒന്നിച്ച്, പാവം മാതാവല്ലേ, എന്നാ കഷ്ടമാ. നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ മാതാവിന്റെ സങ്കടത്തെ പറ്റി? ഓർത്തിട്ടുണ്ടോ? നിങ്ങക്ക് സങ്കടം വന്നിട്ടുണ്ടോ? എനിക്കെപ്പോഴും സങ്കടം വരും. കാരണം എന്നാന്നറിയാവോ? ഈശോ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഈശോയുടെ ചോരയൊക്കെ ഇങ്ങനെ തെറിച്ച് വീഴുമ്പോ അമ്മ എങ്ങനെയാ പിടിച്ചു നിന്നേ? എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയ അമ്മയ്ക്ക്? അതിന് വേറെയുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും,
അതിനാൽ നിന്നിൽ നിന്ന് നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും. അപ്പം ആദ്യമേ തന്നെ മാതാവിന് എന്ത് കിട്ടി? ആത്മാവിനെ കിട്ടി. ആത്മാവിനെ കിട്ടുന്നവരെല്ലാവരും ദൈവത്തിന് വിധേയരായി തീരുകയാണ്. അനുസരണം ഏറ്റവും വലിയ പുണ്യമാണ്. മാതാവിനറിയാം എന്റെ ചങ്ക് കുത്തി പിളർക്കുന്ന വേദന ഉണ്ടെങ്കിലും എന്റെ മകൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും. അവൻ ദൈവമാ, അവൻ ദൈവപുത്രനാ. ഈ മക്കൾക്ക് വേണ്ടിയല്ലേ, നഷ്ടപ്പെട്ടു പോകുന്ന പാപികളായ മക്കൾക്ക് വേണ്ടിയല്ലേ എന്റെ മകൻ സഹിക്കുന്നത് എന്നുള്ള ആ ചിന്തയാണ് അമ്മ അത്രയും നേരം ഈശോയുടെ ഒപ്പം നിൽക്കാൻ സഹായിച്ചത്. നമ്മളെല്ലാത്തിനും പരാതി പറയും അല്ലേ? ചില അമ്മച്ചിമാരൊക്കെ പറയുന്നേക്കാം, അയ്യോ മക്കളെ എന്തോരം കഷ്ടപ്പെട്ട് വളർത്തിയതാ, ഞാൻ മുണ്ട് മുറുക്കി പിടിച്ചിട്ടാ ഞാൻ മക്കളെ വളർത്തിയത്. എന്നും പരാതിയാ, ഏതിനും പരാതിയാ. അപ്പൊ നിങ്ങളൊക്കെ അത് കേൾക്കുമ്പോ പറയണം, എന്റെ ഈശോ സഹിച്ച പോലെ അമ്മച്ചി സഹിച്ചിട്ടുണ്ടോ? പരിശുദ്ധ അമ്മ സഹിച്ചതുപോലെ ഒരു ദാരിദ്ര്യവും സങ്കടവും കഷ്ടപ്പാടും അമ്മച്ചി അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ, അല്ലാതെ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോ അമ്മച്ചിയോട് ദേഷ്യം ഉണ്ടായിരിക്കുന്നുണ്ടോ? എല്ലാവരും ചാച്ചൻ വന്ന് വേറെ എവിടെയൊന്നും ഉണ്ടായിരുന്നടി. അപ്പൊ നിങ്ങൾ എന്നാ പറയണം? അമ്മച്ചി സങ്കടപ്പെടണ്ട അമ്മച്ചി. നമ്മുടെ മാതാവ് എന്തോരം സഹിച്ചായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ. തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി ഒരു വീട് പോലും കിട്ടാതെ അവസാനം ചാണകവും പശുവും ഒക്കെ നിൽക്കുന്ന ഒരു കാലിത്തൊഴുത്തില് പോയി തൻ്റെ പൊന്നോമന പുത്രൻ, ആരാ ദൈവപുത്രൻ വന്ന് പിറക്കുന്നത് കണ്ടപ്പോ ആ അമ്മയ്ക്ക് എത്ര സങ്കടം വന്നു. അപ്പോഴും അമ്മ ഇതെല്ലാം എന്താ ചെയ്ത? മാതാവിനെ കുറിച്ച് പറയുന്നതാണ്. അവൾ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അവൾക്കറിയാമായിരുന്നു ഇതെല്ലാം വരുമെന്ന്. ദൈവത്തിന് മനസ്സിന് വിധേയപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് ഏതായിരുന്നു? നമ്മളെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ്. അതിനാണ് വിശുദ്ധരുണ്ടായത്. നമ്മുടെ കേരളത്തിലെ വിശുദ്ധ ആരാ? അൽഫോൻസാമ്മ അല്ലെ, ചാവറയച്ചനുണ്ട്, അമ്മ ത്രേസ്യയുണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട് അല്ലേ. ഇനി റാണി മരിയ സിസ്റ്റർ, അങ്ങനെ എല്ലാരും വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇനിയും വേണ്ടേ? ഈ 4-5 പേര് മതിയോ? പോരെന്നേ. വിശുദ്ധ എന്താണ് പുതിയ പുതിയ പേരുകൾ, ആൻമരിയ, വിശുദ്ധ ജോണി, വിശുദ്ധ തോമാച്ചൻ, അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ വരട്ടെ. എന്നിട്ട് കത്തോലിക്ക സഭ ഇങ്ങനെ വളർന്നു 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 വന്ന് ഈ ലോകം മുഴുവനാകട്ടെ. ഈശോയെ എല്ലാവർക്കും കൊടുത്തോ? ചുമ്മാ കൊടുത്തോ? നിനക്ക് ദാനമായി കിട്ടി, ദാനമായി തന്നെ കൊടുക്കൂ എന്നാ ഈശോ പറഞ്ഞത്. നമ്മളും എല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഈശോ വന്നത്. അതെയോ? ഈ വെറും പൊടിയായ മനുഷ്യൻ ദൈവമേ എന്ന് വിളിക്കുമ്പോ ഓടി അടുത്ത് വന്നിട്ട് എന്നാടാ മോനെ എന്ന് ചോദിക്കാൻ മാത്രം എത്രമാത്രം എളിമയും അനുസരണയുള്ളവനാണ് നമ്മുടെ ദൈവം. അപ്പൊ അതുപോലെയല്ലേ വിശുദ്ധര്. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വിശുദ്ധരുടെ പേര് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഏതൊക്കെ വിശുദ്ധരായിരുന്നുവെന്ന് നമ്മുടെ കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ പേര് പഠിക്കണം. പിന്നെയോ നമ്മുടെ കേരളത്തിലെ വിശുദ്ധ അല്ലേ, ചാവറയച്ചനൊക്കെ വളരെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് സമൂഹത്തിലേക്ക് യേശുവിനെ കൊടുത്തവരാണ്. അപ്പൊ അവര് വലിയ വലിയ അത്ഭുതങ്ങളെ മരിച്ചവരെ ഉയർപ്പിച്ചിട്ട് അങ്ങനെയൊന്നും അല്ല വിശുദ്ധരായത്. അവര് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത് അതിലൂടെ ഈശോയെ കൊടുത്തു. നമ്മളും അങ്ങനെയായിരിക്കണം. അങ്ങനെയാ നമ്മൾ വിശുദ്ധരാകുന്നത്. അതിനുവേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുഞ്ഞിന് പെൻസിൽ ഇല്ലെങ്കിൽ ഒരു പെൻസിൽ നിങ്ങൾ കൊടുക്കുക. എനിക്ക് 2 ഉണ്ടടി, ഇതെടുത്തോട്ടോ. അവള് ചീത്ത വസ്ത്രമാണ് ഉടുത്തോണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ അതിലും നല്ല വസ്ത്രമായിരിക്കും നിങ്ങൾ വീട്ടിൽ ഉടുക്കുന്നത്. അപ്പൊ പപ്പയോടും മമ്മയോടും പറഞ്ഞിട്ട്, അമ്മ എനിക്കുള്ള നല്ലൊരു ഉടുപ്പിക്കൂട്ട് ഞാൻ ആൻമരിയക്ക് കൊടുത്തോട്ടെ, അവൾക്ക് ചീത്ത ഉടുപ്പമ്മ. നമുക്ക് സഹജീവികളോട് സഹതാപം ഉണ്ടാകണം, അവരെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവണം. നമുക്ക് നല്ല വീടും കാറും തന്നത് എന്തിനു വേണ്ടിയാ? ഈശോയ്ക്ക് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു, എന്റെ മക്കള് ഇല്ലാത്തവർക്ക് വേണ്ടി പങ്കുവെക്കുമെന്ന്. പക്ഷെ നമ്മൾ എന്നാ ചെയ്ത് അതെല്ലാം കൂടെ വേലി കെട്ടി ഒരിടത്ത് വെച്ചിട്ട് എന്റെ 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 എന്ന് പറഞ്ഞു. അപ്പൊ വിശുദ്ധരെന്ന് പറയുന്നത് ഇതല്ല. വിശുദ്ധരെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിനെ നമ്മുടെ ഒരു ചെരിയിലൂടെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു കൊടുത്തേ, അവരുടെ സങ്കടം പകുതി പോകും. അറിയാവോ? പാവപ്പെട്ട ഒരു മനുഷ്യൻ കയറി വന്ന് എന്തെങ്കിലും തരാവോ എന്ന് ചോദിക്കുമ്പോ അയ്യോ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ എന്നും പറഞ്ഞ് കഥ കടച്ചു കഴിയുമ്പോ ഈശോയ്ക്ക് സങ്കടമാകും. കാരണം എന്നാന്നറിയാവോ? അവരുടെ കാവൽ മാലാഖ ദൈവത്തിന്റെ അടുത്ത് എപ്പോഴും ഉള്ളവരാ. ആ കാവൽ മാലാഖയ്ക്ക് സങ്കടം വരും. അപ്പൊ ചോദിക്കും, എന്നാ പറ്റി തോമാച്ചന്റെ കാവൽ മാലാഖേ? ഇന്ന് തോമാച്ചൻ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ
അവര് കഥ കടച്ചു. അയ്യോ അവിടുത്തെ ഒരു കൊച്ചുണ്ടല്ലോ, ആ കൊച്ചു കളിയാക്കി, കീറിയ ഉടുപ്പാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു കൊച്ചാകണോ നിങ്ങൾക്ക്? വേണ്ട അല്ലേ? നമുക്കുള്ളത് നമ്മൾ സഹജീവികളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പം ആത്മാവിന് സാക്ഷ്യം നൽകിയവരെന്ന് പറയുന്നത് ഇതാണ്. അതില് ഏറ്റവും പ്രധാനം നമ്മുടെ ഭാരതത്തിൽ വന്ന വിശുദ്ധൻ ഏതാണ്? വിശുദ്ധ തോമസ് ലീഹ. തോമസ് ലീഹ വന്ന് അനേകരെ തന്റെ വിശ്വാസത്തിലൂടെ സാക്ഷ്യം നൽകിയതിലൂടെ അനേകരെ ക്രൈസ്തവരാക്കി. അവസാനം ഈ രാജാക്കന്മാർക്കൊക്കെ അസൂയ മൂത്ത് എന്നാ ചെയ്തു? അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അപ്പോഴും ഈ തോമസ് ലീഹ ആരായിരുന്നു? ഒരു അല്പവിശ്വാസിയായിരുന്നല്ലേ തോമസ് ലീഹ. ആരായിരുന്നു? ഈ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അതെ ഞാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല, എനിക്കവനെ കാണണം, അവന്റെ കൈയുടെ പഴുതിലെ, ആണി തറച്ച പഴുതിലെ അതിലെന്റെ വിരലിടണം, പിന്നെ കുന്തത്താ തുറക്കപ്പെട്ട പാർശ്വത്തിൽ എന്റെ വിരൽ വെക്കണം. അങ്ങനെ കുറെ നിബന്ധനകളൊക്കെ ഇരുന്ന തോമസ് ലീഹായുടെ അടുത്ത് എന്നിട്ട് ഈശോ പറഞ്ഞു, ഡാ തോമാ, ഇടാ, നിനക്കല്ലേ വിശ്വാസക്കുറവ്? നീ കണ്ടോ എന്റെ കയ്യ്? കണ്ടോ നീ എന്റെ ഹൃദയം? നീ വെച്ചോ കയ്യ്. അപ്പൊ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അതാണ് തോമസ് ലീഹ. അവിടുന്ന് ഇറങ്ങിയ തോമസ് ലീഹ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. വീടോ കുടുംബോ ഒന്നും ചിന്തിച്ചില്ല. ആളുകൾ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമോ എന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം എന്ത് ചെയ്തു? ഈശോയെ കുറിച്ച് ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. വിശ്രമമില്ല. ഓടി നടന്ന് 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 കാണുന്നവരോടൊക്കെ പറയുന്നു, പട്ടിയോടും പൂച്ചയോടും ഒക്കെ പറഞ്ഞു, അതെ യേശു കർത്താവാ, യേശു ഏകരക്ഷകനാ, യേശുവിൽ വിശ്വസിക്കുക. അപ്പൊ നമ്മളും ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പം നമ്മുടെ പാഠത്തിന്റെ ആ ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്, തോമസ് ലീഹ എവിടെ വെച്ചാണ് മരിച്ചത്, എവിടെയാണ് വന്നിറങ്ങിയത്, അതൊക്കെ നന്നായിട്ട് ഈ ആഴ്ചത്തെ നിങ്ങളുടെ ഹോംവർക്ക്, ഈ പാഠത്തിന്റെ പകുതി വരെ നിങ്ങൾ 5 പ്രാവശ്യം വായിക്കണം. എന്നിട്ട് ആ വിശുദ്ധരുടെ പേരുകള് നിങ്ങൾ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ഇങ്ങനെ അവരുടെ പേരുകൾ ഇങ്ങനെ പറയണം. ആ വിശുദ്ധരപ്പം നിങ്ങൾക്ക് ഓരോ വിശുദ്ധരെ കുറിച്ച് നമ്മൾ പറയുമ്പോഴുണ്ടല്ലോ, ആ വിശുദ്ധര് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. അതാ നമ്മുടെ വിശ്വാസം. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ടീച്ചറിന്റെ ഇഷ്ടം എന്നാണെന്നറിയാവോ? നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കും, അന്ധമായിട്ട്. ഇപ്പൊ ടീച്ചർ പറയും, ഈശോ വന്നുട്ടോ, നിങ്ങൾ ഉടനെ തിരിഞ്ഞു നോക്കും. ഈശോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കും. കാരണം എന്നാ? നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയമില്ല. ഇപ്പൊ ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ 1000 കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു 10 പേരെങ്കിലും ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലോർക്കും. അത് മതി. ആ 10 പേരിലൂടെ 10,000-ങ്ങളാകും, പിന്നെ ലക്ഷങ്ങളാകും. നമ്മുടെ സഭയ്ക്ക് അതൊക്കെ മതി, നമ്മുടെ ഈശോയ്ക്ക് അത് മതി. കാരണം അവൻ 99 മലയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ചു പോയവനാണ്. അവൻ നല്ല ഇടവനാണ്. അതുകൊണ്ട് നമുക്ക് ഈശോയെ ഒത്തിരി അങ്ങോട്ട് സ്നേഹിക്കാം. ഈശോയെ എന്ന് വിളിക്കുമ്പോ ഉണ്ടല്ലോ കണ്ണ് നിറയുന്ന ഒരു സ്നേഹം. പള്ളിയിലൊക്കെ ചെന്നിരിക്കുമ്പോ ഉണ്ടല്ലോ സക്രാരിയിലേക്ക് നോക്കി എന്റെ കർത്താവേ എന്ന് വിളിക്കുന്ന ആ ചങ്ക് പൊട്ടുന്ന ഒരു സ്നേഹം കുഞ്ഞുമകൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലും പപ്പയ്ക്കും മമ്മിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പറയുക. നമ്മുടെ ഈശോ അറിയാതെ ഒന്നും വരില്ല. നമ്മുടെ ഈശോ ഉണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നല്ലൊരു വചനമാണ്, അത് പഠിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ വളർത്തുന്നതിന് ഉള്ള കൃപ ദൈവം തരും. അപ്പൊ നിർത്തിയാലോ? മടുത്തില്ലേ? നിർത്തിയേക്കാം അല്ലേ? അപ്പൊ എല്ലാരും ഒന്ന് കണ്ണടച്ചേ. ഇന്ന് ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തേ. പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞു, ഈശോയുടെ കുരിശിലെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ സഹനത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെയോ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കേണ്ട കരുണയെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ കുഞ്ഞു മനസ്സിലങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചേ. അവിടെ വെച്ചോട്ടോ. അതിങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ പുറത്തേക്ക് എടുത്തെടുത്തെടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഈശോ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ആരും നിങ്ങൾ സ്നേഹിക്കുന്നതൊക്കെ കൂടുതലായിട്ട് ഈശോ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവ ഈശോയുടെ സ്നേഹം മനസ്സിലാക്കി മറ്റൊന്നിലേക്ക് നോക്കാതെ ക്രൂശിതനായ ഈശോയുടെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോട് പറയുക, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ തൊട്ട് പറയുക, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പോഴേക്കും ടാറ്റാ.